ചേട്ടാ നമസ്കാരം. നമസ്കാരം. ലോകം മുഴുവൻ യുദ്ധമാണ്. അതിന്റെ ഇടയിൽ കൂടെ വേറൊരു യുദ്ധം കൂടെ തുടങ്ങാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇറാനും അമേരിക്കയും ഇടഞ്ഞിരിക്കുന്നു. ഇറാനും അമേരിക്കയും ഏത് നിമിഷവും, ഇപ്പൊ 6 ഘട്ട ചർച്ച കഴിഞ്ഞു എന്ന് പറയുന്നു, ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും ഒരു ഡയറക്റ്റ് ഫൈറ്റ് അല്ല ഉണ്ടാകാൻ പോകുന്നത്, എങ്കിൽ ഇറാന്റെ പൊടി പോലും കിട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ടു ബി ഫ്രാങ്ക്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ അമേരിക്ക അവരുടെ സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളൊക്കെ ഇറാന്റെ അടുത്ത് കൊണ്ട് വിന്യസിച്ചിരുന്നു. ഈ ആണവ കരാറും ഈ ആണവോർജവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോ അമേരിക്ക ഫൈനൽ താക്കീത് കൊടുത്തിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ അടിപൊട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും അതൊരു യുദ്ധത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലായിരിക്കും ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറയുന്നു. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? യഥാർത്ഥത്തിൽ അവിടെയും ഇനി ഒരു യുദ്ധം വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇതൊരു യുദ്ധം നടക്കും എന്നുള്ള കാര്യം, വലിയൊരു ആക്രമണം നടക്കും എന്നുള്ള കാര്യം ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിപ്പോ ഇന്നലെ തുടങ്ങിയതല്ല. കാരണം ഇറാനെതിരെ ഇസ്രായേൽ തിരിഞ്ഞപ്പോൾ തന്നെ അറിയാം. അത് അന്നേരം അവരത് തൽക്കാലത്തേക്ക് ഒരു വിരാമം വിട്ട് നിർത്തിയിരുന്നതാണ്. കാരണം അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഹമാസ് ആയാലും ഈ ഹിസ്ബുള്ള ആയാലും ഹൂത്തീസ് ആയാലും ഒക്കെ അവർക്ക് ബാക്ക് ചെയ്യുന്നത് ഇറാനാണ്. അപ്പൊ അവരെ തകർക്കുക, അവരെ ഒരു 10-20 വർഷത്തേക്ക് പിന്നോട്ടടിച്ചു കഴിഞ്ഞാല് പിന്നെ അവർക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഇവരുടെ പണി കുറച്ചുകൂടി ഈസിയാകും, ഇസ്രായേലിന്റെ പണി. അതാണ് അവർ ആത്യന്തികമായി നോക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ് നമ്മൾ മനസ്സിലാക്കുന്ന വിവരം, ഇറാഖ്, ബഹ്റൈൻ, കുവൈറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ US എംബസി ഉദ്യോഗസ്ഥന്മാരോട് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക. അത് ഇന്നലെ തന്നെ തുടങ്ങിയതാണ്. ഒപ്പം തന്നെ ഇറാഖിലൊക്കെയുള്ള അവരുടെ സൈനിക ബേസിൽ നിന്നൊക്കെയുള്ള ആളുകളെ അവർ പിൻവലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്, ഒരു വലിയ അടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവര് വാഷിംഗ്ടൺ പോസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്ക കനത്ത ജാഗ്രതയിലാണ് എന്നുള്ളതാണ്. കാരണം ഇത്തവണത്തെ അടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭീകര സംഘടനയുടെ നേതാവ് തന്നെ പറഞ്ഞു, ട്രംപിനെയും മസ്കിനെയും ഒക്കെ ഞങ്ങൾ വധിക്കുമെന്ന് ആഹ്വാനം നൽകി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ പഴയ അമേരിക്കയല്ല, തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രോക്സികൾ എല്ലായിടവും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന ഇറാൻ ഒരു രാജ്യമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. പക്ഷെ രാജ്യമല്ല, പ്രോക്സികളുണ്ട്. ഇപ്പൊ നമ്മളൊരു രാജ്യത്തിന് അതിനായി നമ്മൾ ഈ പാശ്ചാത്യ മാധ്യമങ്ങളും മറ്റുമൊക്കെ സഖ്യകക്ഷികൾ എന്നാണ് വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഹൂത്തിയൊക്കെ ഇറാന്റെ ഒപ്പമുള്ളവരെ സഖ്യകക്ഷികളാണ്. പക്ഷെ നമ്മൾ പ്രോക്സി, നിഴൽ സംഘടനകൾ എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പോ ഇവരുടെ ഈ ജിഹാദി ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ എല്ലായിടത്തും ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഇറാൻ അങ്ങനെ ഒരു ആക്രമണത്തിന് തുനിയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രക്ഷോഭമല്ല, പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചു കയറ്റുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നടക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇവിടെ ഇപ്പൊ 6ാം ഘട്ട ചർച്ച നടക്കാൻ പോവുകയാണ് ഇറാനുമായിട്ട്. ഏതായാലും ഈ ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഈ ചർച്ച വിജയിക്കില്ലെന്ന് നമ്മൾ രണ്ടും തന്നെ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച നടത്തി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് എങ്ങും എത്തില്ല. കാരണം അമേരിക്ക മുൻപോട്ട് വെക്കുന്നത് ഇറാന്റെ 2015 ആണവ ഒരു കരാറുണ്ടായിരുന്നു. ആ കരാർ പുനരുജ്ജീവിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് ഇനി ആണവ പിന്നെ ഇത് സമ്പുഷ്ട യുറേനിയത്തിന്റെ പരിപാടികളായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ആണവ നയങ്ങളുമായി മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഇറാനെ സംബന്ധിച്ചത് ആത്മഹത്യാപരമാണ്. സത്യത്തിൽ ഈ ഇറാൻ അത് ആണവായുധം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. ഒരു രാജ്യവും ആണവായുധം നിർമ്മിക്കുന്നതിനെന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്യത്തുണ്ട് അനവധി ആണവ നിലയങ്ങളുണ്ട്. നമ്മൾ വൈദ്യുതിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് അവരുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് വലിയൊരു പരിഹാരം കാണേണ്ടത് അവർക്ക് അനിവാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായി അവർ ആണവ ഊർജ്ജം ഒരു മുഖ്യ സ്രോതസ്സായിട്ട് മാറ്റിയെടുക്കാം. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് സമ്പുഷ്ടമായ യുറേനിയം പദ്ധതി, അതായത് ഒരു 63% ഇറാൻ അത് പൂർത്തിയാക്കിയെന്നാണ് ഒഫീഷ്യലായിട്ട് അറിയുന്നത്. മീൻസ് ലോകരാജ്യങ്ങൾ അറിയുന്നത്. പക്ഷെ അതൊന്നുമല്ല, അതിന് മേളിലൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം ഇവര് ഈ ആയുധ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത് സ്വാഭാവികമായി തന്നെ ഇസ്രായേലിലെയും മറ്റു രാജ്യങ്ങളെയും ഭയപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇറാന്റെ പക്കൽ ഈ ആണവായുധം ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികം മിഡിൽ ഈസ്റ്റിലെ ഒരു ഭയക്കേണ്ട കക്ഷി ഇറാനായി മാറും. അപ്പം മറ്റു രാജ്യങ്ങളും ഇറാനും അതേ ഭയന്ന് നിൽക്കേണ്ടി വരും. നമുക്കറിയാം, പണ്ട് ഈ അമേരിക്ക ഈ ഇറാഖിനെ ആക്രമിച്ചത് അവരുടെ പക്കൽ ജൈവായുധം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ആ സദാം ഹുസൈനെ പിടിക്കുന്നു, കൊല്ലുന്നു, ഇതെല്ലാം ചെയ്തവര്. അവര് പറഞ്ഞത് അതിനൊരു കാരണമുണ്ടായിരുന്നു. അതായത് 1971 സദാം ഹുസൈൻ അങ്ങനെ ഒരു നീക്കം നടത്തിയിരുന്നു. അവർക്കൊരു ആണവ നിലയം ഉണ്ടായിരുന്നു. ആ ആണവ നിലയം മിസൈൽ തകർത്ത് കളയുകയും ചെയ്തു. അപ്പം അവരുടെ പക്കൽ ജൈവായുധമുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ ഒരു തെളിവൊന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല. ഏതായാലും ഇറാൻ ഇപ്പോൾ നേരത്തെ തന്നെ ഇറാൻ അതിന് തയ്യാറെടുത്തിരിക്കുക. കാരണം ഈ ചർച്ച എങ്ങും എത്തില്ല എന്നറിയാം. കാരണം ഇറാനെ സംബന്ധിച്ച് ഈ ഒരു നയം അവർക്ക് അടിയറ വെക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അവരുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള അസീസ് നാസർ സാദെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഈ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങില്ല,
ഏതായാലും ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളെല്ലാം ആക്രമിക്കും. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ കിടക്കുന്നതൊക്കെ ഇറാഖ്, ബഹ്റിൻ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. അപ്പം അവിടെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു ആവശ്യവുമല്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ അമേരിക്ക, ഇറാൻ എന്ന് പറയുന്നിടത്തല്ല ഇതിന്റെ കാര്യം. ഇതിന്റെ വെച്ചാൽ യുദ്ധതന്ത്രങ്ങളും മറ്റുമാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇവർക്ക് അറ്റാക്കിനെ ഭയന്നുകൊണ്ടായിരിക്കണമല്ലോ അമേരിക്ക അവിടുന്ന് അവരുടെ സൈനിക താവളങ്ങൾ പിൻവലിക്കുന്നത്. അപ്പോ സ്വാഭാവികമായി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നേട്ടവും ഒരു ഭാഗത്ത് കോട്ടവുമല്ല. നേട്ടവും കോട്ടവും ഉണ്ടാകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് യുദ്ധം. ഇപ്പൊ നമ്മളൊരു കളിക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ക്രിക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ എല്ലാ ഓവറിലും സിക്സ് അടിച്ചുകൊണ്ട് കളിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. ചില അതെ. ഓവറുകൾ ഒന്നും ചെയ്യാൻ പറ്റാതെയും പോകാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയുള്ളൂ ഇതും. അപ്പൊ അതിനകത്ത് അവർ ഭയക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ആറാം ഘട്ട ചർച്ചയിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോഴേക്കും ഇവർ പറയുന്നത്, വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം പറയുന്നത്, ഇസ്രായേൽ ആക്രമിക്കും എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ആണവ നിലയങ്ങൾ, ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കും. ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അല്ല ആക്രമണം, ശരിക്കും അമേരിക്ക ബാക്ക് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. കാരണം ട്രംപ് അധികാരമേറ്റപ്പോൾ തന്നെ പറഞ്ഞു, ഇസ്രായേലിന് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ എന്ത് ആക്രമണം നടത്താം, തങ്ങൾ അതിനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളൊക്കെ ഇടപെടാൻ വരുമ്പോൾ അമേരിക്ക ഡയറക്റ്റ് ഇല്ല ഇതിനകത്ത്, ഇസ്രായേലാണോ ഉള്ളത്. അപ്പൊ ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാക്കാൻ പോകുന്ന ചില പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ജൂതരാഷ്ട്രമായ ഇസ്രായേല് ഏതെങ്കിലും ഒരു അറബ് കൺട്രീസിനെ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഒറ്റക്കെട്ടാകണമെന്ന് അവരുടെ ഇടയിൽ തന്നെ ഒരു രേഖയുള്ളതാണ്, ഒരു കരാർ ഉള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം. ഒപ്പം തന്നെ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾക്കും മറ്റുള്ളതിനൊക്കെ എന്ത് സംഭവിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അങ്ങനെ അനവധി പ്രശ്നങ്ങളുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം നിലപോയി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയേണ്ടി വരും. കാരണം കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ ഇപ്പോഴും കലാപം ഒതുങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നിടത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് പെട്ടെന്ന് തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ കാലിഫോർണിയ എന്നുള്ള ശ്രദ്ധ തിരിക്കുക. ഒപ്പം തന്നെ ട്രംപിന്റെ ഇമേജ് അല്പം കോട്ടം തട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. മൊത്തത്തിൽ ആഗോള തലത്തിൽ തന്നെ കോട്ടം തട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം പിന്നെ മസ്കുമായിട്ടുള്ള ഉടക്കുകള്, പിന്നെ അദ്ദേഹം കൈ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേരിക്കയും ഒരു ആക്രമണം ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്ക എന്നല്ല, ട്രംപ് അങ്ങനെ ഒരു ആക്രമണം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധയെല്ലാം കൂടെ ഈ മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയും, അങ്ങനെ ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ടല്ലോ ധനുഷ്. ഒരു പൊളിറ്റിക്കൽ ആയിട്ട് തന്നെ ഒരു വശമുണ്ട് ഇതിനകത്ത്. ആ അതെ. പൊളിറ്റിക്കൽ വശമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പം അവരങ്ങനത്തെ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവ പ്ലാന്റുകളെ തകർത്തു കഴിഞ്ഞാൽ ഇറാൻ ഒരു 30-40 വർഷത്തേക്ക് പിന്നാക്കം പോകും. കാരണം പിന്നീട് ഇവരിത് സംഘടിപ്പിച്ച് റെഡിയായിട്ടൊക്കെ വരണമെങ്കിൽ ടൈം എടുക്കും. അപ്പൊ അത്രയും സമയം കൊണ്ട് അവർക്ക് അവരുടെ ഒരു ലക്ഷ്യമുണ്ട്, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ആ ലക്ഷ്യത്തിലേക്ക് അവർക്ക് പോകാനും കഴിയും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്ലാനിങ്. ഇത് പ്ലാൻ നേരത്തെ തന്നെ, അതായത് ട്രംപ് കയറിയപ്പോൾ മുതൽ തന്നെ ഇതെല്ലാം സജ്ജമാണ്. അതായത് ഒരു ഉത്തരവ് കിട്ടുക, അപ്പൊ കയറി അടിക്കുക. അല്ലാതെ ഈ ചർച്ചകൾ എങ്ങും എത്തില്ല എന്നുള്ളത് ലോകത്തിന് മുഴുവൻ അറിയാം. എല്ലാ ചർച്ച കഴിയുമ്പോഴും ട്രംപ് പറയാറുണ്ട് എല്ലാം ഓക്കെ ആയി, നാളെ തന്നെ എല്ലാം സെറ്റ് ആകും എന്ന് പറയും. ഇദ്ദേഹം ഈ പറയുന്നത് ഇപ്പൊ ആർക്കും വിശ്വാസമേ ഇല്ല. നമുക്കറിയാം, റഷ്യ ഉക്രൈൻ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ഞാൻ ഇടപെട്ടു എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ നമ്മളെന്താ പറഞ്ഞത്, തീർന്നിട്ടൊന്നുമില്ല, തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തി വെച്ചിരിക്കുന്നു, ഇനി അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. ട്രംപ് പറയുന്നൊന്നും കേൾക്കാതെ ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചു. അത് ട്രംപ് പറയാത്തതാണോ അതോ ട്രംപ് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന നീക്കമാണോ എന്ന് തന്നെ അറിയില്ല. ഈ ഗസയിൽ ഇപ്പൊ അവർ നടത്തുന്നത്, കാരണം മുൻപിൻ നോക്കാതെയാണ് ഇപ്പൊ ഗസയിൽ ഇസ്രായേൽ ഒരു തേരോട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ഉം. അത്രത്തോളം ശക്തമായ രീതിയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ ട്രംപ് അറിയാതെ പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അത് പറയാനുള്ള കാരണം, ഇപ്പൊ അടുത്ത ദിവസം സിറിയയിൽ നടക്കുന്ന ഒരു സമാധാന ചർച്ചയുണ്ട് ഇസ്രായേലും സിറിയയുമായിട്ട്. അതിനകത്ത് ട്രംപ് വേണം മധ്യസ്ഥത വഹിക്കാൻ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവർ തമ്മിൽ ഉടക്കുണ്ടെന്നുള്ള കാര്യത്തിൽ ഉള്ള അഭ്യൂഹങ്ങൾ അതോട് തീർന്നു. അല്ലെ, ഉടക്കുണ്ടെങ്കിൽ പിന്നെ ട്രംപിനെ ഇടതല നിൽക്കണമെന്ന് പറയത്തില്ലല്ലോ ബെഞ്ചമിൻ നെതന്യാഹു. അപ്പം ഇനി പൊളിറ്റിക്കൽ വശം ഇസ്രായേലിലും ഉണ്ട്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏത് നിമിഷവും അദ്ദേഹത്തിന്റെ ഭരണം തീരും, അദ്ദേഹത്തിന്റെ കാലാവധികളൊക്കെ അവസാനിക്കുന്നു, അങ്ങനെ ഒരു സമയം. അപ്പൊ അങ്ങനെ അത് നീട്ടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം എന്നാണ് അന്താരാഷ്ട്ര ചില ഈ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഏതായാലും രാഷ്ട്രീയമല്ല, ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് അല്പം വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനു മുൻപ് ചർച്ച നടത്തിയപ്പോൾ ഇറാന് അമേരിക്ക ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. എനിക്ക് തോന്നുന്നു 7 ആഴ്ചയോ മറ്റോ ആയിരുന്നു. അന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ വാർത്ത ചെയ്യും, ഇനി 3 ആഴ്ച കൂടി, ഇനി 2 ആഴ്ച കൂടി, ഇനി ഒരാഴ്ച കൂടി. അങ്ങനെ ആഴ്ചയെല്ലാം തീർന്നു, ആഴ്ചകളെല്ലാം തീർന്നു. അപ്പൊ തന്നെ അത് ക്ലിയർ അല്ലേ, അടിക്കുമെന്നുള്ള കാര്യം ക്ലിയർ അല്ലേ, ആഴ്ചകൾ തീർന്നു, ആ കൊടുത്തിരുന്ന കാലയളവ് തീർന്നിരിക്കുന്നു. ഇപ്പൊ ഇനി 6ാം ഘട്ട ചർച്ച എന്നാ പറയുന്നത്.
അപ്പൊ 5ാം ഘട്ട ചർച്ച സക്സസ് ആണെങ്കിൽ 6ാം ഘട്ട ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇപ്പൊ 6ാം ഘട്ട ചർച്ചയെ കുറിച്ചൊന്നും വലിയ ചർച്ച നടക്കുമോ എന്നുള്ള സംശയമുണ്ട്. ഒരു പക്ഷേ ഇസ്രായേൽ കയറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ഇതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു ലൈം ലൈറ്റിലേക്ക് അമേരിക്കയും ട്രംപും കടന്നു വരുന്നു എന്നുള്ളതാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് യുദ്ധത്തിന്റെ ഇസ്രായേലിന്റെ ഒരു സ്വപ്നം, വലിയ സ്വപ്നമാണ് ഇറാനെ അടിക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ച് ആ രാജ്യം എന്നും ഈ വാർ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതല്ലാതെ ഇപ്പൊ യുദ്ധം സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. യുദ്ധം ചെയ്യുന്നത് തന്നെയാണ് അവർക്ക് എപ്പോഴും നേട്ടം. കാരണം ആ യുദ്ധം ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഫണ്ടിന് കൈയും കണക്കില്ല, ആയുധങ്ങളുമൊക്കെ തന്നെ. ഏതായാലും ഈ പശ്ചിമേഷ്യയില് ഇന്നും ഇന്നലെ തുടങ്ങിയ സംഘർഷങ്ങളും യുദ്ധങ്ങളും അല്ല ഇത്. ഇനി നാളെ ഈ യുദ്ധം ഉണ്ടായി ഒരു വെടിനിർത്തൽ വന്നാലും അവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പറഞ്ഞതാണ് മുമ്പ്, ഹമാസോട്ടിലെ വെടിനിർത്തൽ എങ്ങും എത്തത്തില്ല. കാരണം ഇസ്രായേലിന് ഒരു വലിയ ലക്ഷ്യമുണ്ട്, അതിലേക്ക് അവർ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഇറാനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അമേരിക്ക മുമ്പോട്ട് വെക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാൻ അവർക്ക് പറ്റുകയുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ മറ്റൊന്നും കൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കലികൊണ്ടിരിക്കുന്ന പുടിൻ ഏത് രീതിയിലായിരിക്കും ഇറാൻ വഴി മറ്റിടങ്ങളിലേക്ക് പണി നടത്തുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഈ യുദ്ധത്തിനകത്ത് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് എല്ലാവർക്കും റോളുണ്ട്. ഇന്ത്യക്കും റോളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് പറയണമെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇസ്രായേലാണ്. നമ്മൾക്ക് ഇറാനുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കാരണം നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇറാനിൽ നടത്തിയിരിക്കുന്നത്. ചബ്ബാർ തുറമുഖം അടക്കം, അവിടുന്ന് ഒരു റോഡ് കണക്ഷൻ അടക്കം, നമ്മളൊരു വലിയ ഒരു ലിങ്ക് നമ്മൾ അവരുമായിട്ട്, നമുക്ക് പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങളോടെല്ലാം നമുക്ക് സൗഹൃദമുണ്ട്. റഷ്യയായിട്ട് സൗഹൃദമുണ്ട്, ഒപ്പം തന്നെ അമേരിക്കയുമായിട്ട് നമുക്ക് സൗഹൃദമുണ്ട്. അപ്പൊ ഇത് നമ്മുടെ റോള് നിർണായകമാകും. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത് നന്നായി പറഞ്ഞ് അവതരിപ്പിക്കാൻ അറിയാവുന്ന ഒരാളായതുകൊണ്ട് പുള്ളിയുടെ നിലപാട് വളരെ കൃത്യമായി തന്നെ പറയുകയും ചെയ്യും. ഇതാണ് ഇതിനകത്തൊരു ഇന്ത്യയുടെ റോള്. ഇനി ഇത് ചൈനയുടെ റോള് എന്താണെന്നുള്ളത് അതും നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. ചൈന ഏത് രീതിയിലാണ് അവിടെ, കാരണം ചൈനയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് മേയാനായിട്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതും കാത്തിരിക്കണം. ഏതായാലും യുദ്ധം അനിവാര്യമാണ്. അതൊരു വലിയ ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോകുമോ അതോ കുറച്ച് ദിവസത്തേക്ക് നടക്കുന്നതാക്കാം. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു 1-2 മിസൈൽ ഇട്ട് അവിടെ കൊണ്ട് തീരുന്നു. പക്ഷെ ഇത് അങ്ങനെ ആയിരിക്കില്ല. കാരണം ഇറാന്റെ മർമ്മത്ത് അടി കിട്ടിയാൽ സ്വാഭാവികമായി തന്നെ ലോകമെമ്പാടും ഇതേപോലെ ഇറാൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് പ്രശ്നമുണ്ടാക്കും. അത് യൂറോപ്യൻ കൺട്രീസിൽ പലയിടത്തും, എംബസിയിലുള്ള ബോംബ് സ്ഫോടനമാകാം, ആൾക്കൂട്ടത്തിനിടെ വാഹനം പിടിച്ചു കയറ്റലാകാം, കത്തിക്കുത്തലാകാം, എന്ത് തന്നെ ആയാലും. അതാണ് അമേരിക്കയിലെ ഒരു ജാഗ്രത എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ ലോസ് ഏഞ്ചലസിൽ അടക്കം ഈ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അതിലുണ്ടെന്നാണ് പറയുന്നത്. ഈ കുടിയേറ്റക്കാരെന്ന് പറയുന്ന വിഭാഗത്തിൽ തന്നെ ഒരു വലിയ രീതിയിലുള്ള തീവ്രവാദം ഇതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ എസ് ജയശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ലോകത്ത് ഒരു രാജ്യവും ഭീകരവാദത്തിൽ നിന്ന് മുക്തമല്ല എന്ന്. അതായത് ഈ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങളെ വെച്ചിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഏതായാലും അധികം വൈകില്ല എന്ന് തന്നെ കരുതാം. ഇസ്രായേൽ, ഇറാൻ, പിന്നീട് അത് അമേരിക്കയും സഖ്യകക്ഷികളും ഇറാനും ഒക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.